ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ജിൽസ് വേൾഡ്. നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ ഒരുപാട് ചെടികളും പൂക്കളൊക്കെ നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല ഭംഗിയാണല്ലേ കാണാൻ. അതുപോലെ തന്നെ ആ വീട്ടുമുറ്റത്ത് തന്നെ ഒരു അക്വേറിയം അല്ലെങ്കിൽ ഒരു ഫിഷ് പോണ്ടും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് മനസ്സിന് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം കൂടിയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഏത് തരം ഫിഷ് പോണ്ട് നമുക്ക് കടകളിൽ അവൈലബിൾ ആണ്. പക്ഷെ അതിന് ഒരുപാട് ചിലവ് വരും. അപ്പോൾ നമുക്ക് അധികം ചിലവില്ലാതെ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അക്വേറിയം കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ വിസ്താരമുള്ള ചെറിയ മീനുകളെയും വലിയ മീനുകളെയും ഏത് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു അക്വേറിയമാണ് ഞാൻ ഇവിടെ നിന്ന് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അധികം സമയം ചിലവാക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ തുണിയാണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ വീട്ടിലൊക്കെ ഉപയോഗമില്ലാത്ത ഒരുപാട് തുണികൾ ഇരിക്കുന്നുണ്ടാവും. അതിൽ കട്ടിയുള്ള തുണികളാണ് ഇതിനായിട്ട് യൂസ് ചെയ്യുന്നത്. കട്ടിയുള്ള തുണികൾ മാത്രം യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ പോണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കട്ടിയുള്ള തുണി ഏതാണോ അത് മാത്രം യൂസ് ചെയ്യുക. എന്നിട്ട് ഞാൻ വെള്ളമൊക്കെ നിറച്ച് വെക്കുന്ന ഒരു ഡ്രമ്മിൻ്റെ മുകളിൽ അത്രയും വലുപ്പത്തിലുള്ള ഒരു പോണ്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നമ്മൾ ഡ്രമ്മിൻ്റെ മുകളിലൊന്ന് ഇട്ടതിന് ശേഷം നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ച് ഒരു കയറെടുത്തൊന്ന് കെട്ടിക്കൊടുക്കുക. കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. കട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു സൈഡ് വലുതും ഒരു സൈഡ് ചെറുതും ഒക്കെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു കയറെടുത്ത് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കുന്നത്. അത് മുറിച്ചതിന് ശേഷം നമ്മുടെ ആ കയറെടുത്ത് മാറ്റാവുന്നതാണ്. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ഏതെങ്കിലും ഒരു കവർ ഇട്ട് കൊടുക്കുക. ഇത് വലിപ്പമുള്ളൊരു ഡ്രമ്മായ കാരണം നമുക്ക് ചെറിയ കവറൊന്നും ഇട്ട് കൊടുത്താൽ പറ്റില്ല. അപ്പം ഞാൻ 2 പീസായിട്ടുള്ള കവറാണ് ഞാൻ ഇതിനായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ സിമൻറ്റ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ ഇതിലേക്കായിട്ട് 1.5 കിലോ സിമൻറ്റാണ് വാങ്ങിയിരിക്കുന്നത്. ഈ സിമൻറ്റ് നമുക്ക് ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് മിക്സ് റെഡിയാക്കി എടുക്കാം. അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം വെള്ളം കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് നമ്മുടെ പോണ്ട് കിട്ടില്ല. ഈ ഒരു സ്റ്റേജ് മതി. നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഇരിക്കേണ്ടത്. ഇനി നമുക്ക് അതിലേക്ക് തുണി മുക്കിയെടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് തുണി നന്നായിട്ട് മുക്കിയെടുക്കണം. തുണി കംപ്ലീറ്റ് ആയിട്ട് നനഞ്ഞിരിക്കണം. കാരണം നന്നായിട്ട് മുക്കിയെടുത്ത് എല്ലാ ഭാഗത്തും നനയത്തക്ക വിധം മുക്കിയെടുക്കണം. അതിനുശേഷം നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കുക. അതിൽ വെള്ളത്തിൻ്റെ അംശമൊന്നും പാടില്ല. അതിനുശേഷം നമുക്ക് നമ്മുടെ സിമൻറ്റ് മിക്സിലേക്ക് ഇട്ട് കൊടുക്കുക. സിമൻറ്റ് മിക്സിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിൻ്റെ എല്ലാ സൈഡിലും സിമൻറ്റ് മിക്സ് അപ്ലൈ ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ സിമൻറ്റ് മിക്സിൽ ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഗ്ലൗസ് ഇട്ടിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ വെള്ളം കൂടുതലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ തുണികളിൽ നന്നായിട്ട് ഇത് പിടിക്കില്ല. അതുകൊണ്ടാണ് വീണ്ടും ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വീണ്ടും സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ട്, നമ്മുടെ പോണ്ട് സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വീണ്ടും മുക്കിയെടുക്കുന്നത്. നമ്മൾ സിമൻറ്റ് മിക്സ് എത്രയുണ്ടോ അത്രയും നമ്മുടെ തുണികളിലേക്ക് പിടിക്കത്തക്ക വിധം ആക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഡ്രമ്മിൽ കവറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കുക. നേരത്തെ കട്ട് ചെയ്ത് അതേ ഷേപ്പിൽ തന്നെ വേണം ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം ആ ചുളിവുള്ള ഭാഗത്തൊന്ന് പ്ലീറ്റ് പോലെ ആക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഡിസൈനും ആയി കിട്ടും. ബക്കറ്റിൽ കുറച്ചും കൂടെ സിമൻറ്റ് മിക്സ് ഉണ്ടാവും. അത് നമ്മൾ വേസ്റ്റ് ആക്കി കളയേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് പോണ്ടിൻ്റെ അടിവശത്തായിട്ട് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്കത് ഒരു ദിവസം ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഏകദേശം ഒരു ദിവസം ആവുന്നതിന് തൊട്ട് മുന്നേ തന്നെ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് സിമൻറ്റ് മിക്സും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഒന്നും കൂടി ഡബിൾ സ്ട്രോങ് ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് വൈറ്റ് സിമൻറ്റ് അടിച്ചു കൊടുത്താലും മതി. അതിന് പകരം ഒന്ന് കറക്റ്റ് ഷേപ്പ് കിട്ടാനും അതിൽ എന്തെങ്കിലും ഹോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതൊന്ന് റെഡിയായി കിട്ടാനും അതേപോലെ തന്നെ നമ്മുടെ പോണ്ട് ഒന്നും കൂടി സ്ട്രോങ് ആവാനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ ഭാഗത്തും അതിൻ്റെ പുറംവശത്തെ എല്ലാ ഭാഗത്തുമായിട്ട് നമുക്ക് സിമൻറ്റ് മിക്സ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഡ്രമ്മിൽ നിന്ന് ആ മോൾഡിൽ നിന്ന് മാറ്റിയെടുക്കാം. ആ കവറോട് കൂടി ഒന്നിച്ച് ഇളക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഇപ്പോൾ അത്രയേറെ സ്ട്രോങ് ആയിട്ടുണ്ടാവില്ല. ഇനി വീണ്ടും വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഡബിൾ സ്ട്രോങ് ആവുള്ളൂ. അതിന് ശേഷം മാത്രം നമ്മൾ കവർ ഊരിയെടുക്കുക. പുറത്തേക്ക് എടുത്ത് വെച്ചതിന് ശേഷം മാത്രം കവർ ഊരിയെടുക്കുക. കവർ ഊരിയെടുക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും വന്നിട്ടില്ല. പെട്ടെന്ന് തന്നെ ഇളക്കി കിട്ടിയിട്ടുണ്ട്. ഉള്ളൊക്കെ കറക്റ്റായിട്ട് സിമൻറ്റ് പിടിച്ച് വന്നിട്ടുണ്ട്. എവിടെയും ഹോളൊന്നും വന്നിട്ടില്ല. കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അത് വെള്ളം ഒഴിച്ച് വെക്കണം. അത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് വെച്ചതിന് ശേഷം അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. വെള്ളം അതിൽ ഫില്ലായിട്ട് ഒഴിച്ച് കൊടുക്കണം. കാരണം എത്രയും നമ്മൾ വെള്ളം ഒഴിച്ച് വെക്കുന്നതോ അത്രയും നമുക്ക് ഡബിൾ സ്ട്രോങ് ആയിട്ട് തന്നെ കിട്ടും. നല്ല വലിപ്പമുള്ളൊരു പോണ്ടായതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ഇട്ട് വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് അതിൽ തന്നെ വെള്ളം നിറച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. വെള്ളം നിറച്ച് വെച്ചാൽ തന്നെ ഡബിൾ സ്ട്രോങ് ആയിക്കോളും. പിന്നെ അതിൻ്റെ സൈഡിലായിട്ടൊന്ന് ഇടയ്ക്കൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. ഈ 2-3 ദിവസം ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കണം. അപ്പോഴാണ് നമുക്കതിന് കൂടുതൽ ബലം കിട്ടുന്നത്. ഫ്രണ്ട്സ്, നിങ്ങൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ
അറിയാതെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് വേഗം പോയി സബ്സ്ക്രൈബ് ചെയ്യണേ. ഒപ്പം തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു 4 ദിവസം ഞാൻ വെച്ചതിന് ശേഷം അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. ഉണങ്ങിയതിന് ശേഷം ഞാൻ അതിൻ്റെ പുറം വശത്തും ഉൾവശത്തും ഒക്കെ ആയിട്ട് വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഇതുപോലെ പോണ്ടിൻ്റെ എല്ലാ വശത്തും വൈറ്റ് സിമെൻറ്റ് അടിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷിങ് കിട്ടും. ഇനി വൈറ്റ് സിമെൻറ്റ് തന്നെ വേണമെന്നില്ല, നമ്മുടെ സാധാരണ സിമെൻറ്റ് കുറച്ച് വെള്ളം ഒഴിച്ച് കലക്കിയെടുത്തതിന് ശേഷം അത് അടിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് പോണ്ടിൻ്റെ എല്ലാ വശത്തായിട്ടും അടിച്ചു കൊടുത്ത് വരാം. ഇപ്പോൾ വൈറ്റ് സിമെൻറ്റൊക്കെ അടിച്ച് വന്ന് നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ അടിച്ചു കൊടുക്കുന്ന സമയത്ത് ലൈറ്റ് കളറാണെങ്കിലും ഇപ്പോൾ നന്നായി ഉണങ്ങി വന്ന സമയത്ത് നല്ല കളറോട് കൂടി തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും റെഡിയാക്കാനായിട്ട് എനിക്ക് വെറും 20 രൂപ ചിലവ് മാത്രമേ വന്നിട്ടുള്ളൂ. ഇതിൽ തന്നെ നമുക്ക് വെള്ളം നിറച്ച് വെച്ച് കുറച്ച് ദിവസം എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് മീനിന് ഇട്ട് കൊടുക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഒന്നും കൂടി കളർഫുള്ളാക്കാൻ വേണ്ടിയിട്ട്, ഒന്നും കൂടി ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. പിന്നെ ഞാൻ അതിൻ്റെ പുറംവശത്തായിട്ട് വെള്ള പെയിൻ്റാണ് അടിച്ചു കൊടുക്കുന്നത്. എല്ലാ ഭാഗത്തോട്ട് വെള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ള പെയിൻറ്റ് അടിച്ചു കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ ഉൾവശത്തായിട്ട് സ്കൈ ബ്ലൂ കളറാണ് അടിച്ചു കൊടുക്കുന്നത്. സ്കൈ ബ്ലൂ കളർ നമുക്ക് ഫിഷ് പോണ്ടിലും അടിച്ചു കൊടുക്കാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടും. അതിന് അടിച്ചു കൊടുക്കുകയായിരിക്കും ഏറ്റവും ബെറ്റർ. സ്കൈ ബ്ലൂ അടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ശരിക്കുള്ള ഒരു പോണ്ടിൻ്റെ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് നമ്മുടെ പോണ്ടും റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ ഭാഗത്തുമായിട്ടൊന്ന് പെയിൻറ്റ് അടിച്ചു കൊടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പോണ്ടിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് അടിച്ചതൊക്കെ നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല ശുദ്ധമായ കിണർ വെള്ളം ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതിനുശേഷം ഒരാഴ്ചയെങ്കിലും ആ വെള്ളം അങ്ങനെ തന്നെ വെക്കണം. ആ പെയിൻറ്റിൻ്റെ മണമൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ മീനിന് ഇട്ട് കൊടുക്കുമ്പോൾ മീനുകൾക്ക് ചത്തുപോകും. അതുകൊണ്ടാണ്. അതിന് ശേഷം മാത്രം നമ്മൾ അതിലേക്ക് വേണ്ട ഡെക്കറേഷൻസ് ഇട്ട് കൊടുക്കണം. ഈ പോണ്ട് വളരെയധികം വലിപ്പമുള്ളതായതുകൊണ്ട് നമുക്ക് വലിയ മീനുകളെയും ഇതിൽ വളർത്താവുന്നതാണ്. ഈ ചെറിയ മീനുകളാണെങ്കിൽ ഒരുപാട് വിസ്താരമുള്ള ഒരുപാട് എണ്ണത്തിന് നമുക്കിതിലിട്ട് വളർത്താവുന്നതാണ്. അതിനുശേഷം നമുക്ക് മീൻ ചാടി പോവാതിരിക്കാനായിട്ട് അതിനൊരു നെറ്റും കൂടി ഇട്ട് കൊടുക്കണം. പൂന്തോട്ടം ഇഷ്ടപ്പെടുന്നവർക്കായിട്ട് ഞാൻ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് വേഗം പോയി കാണണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. പിന്നെ ഈ ഫിഷ് പോണ്ട് നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കണം. പിന്നെ ഒരു തുണി കൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ പറഞ്ഞറിയിക്കേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ ഓക്കെ ബൈ.